ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റിസാസ് ബൈ ചങ്കീസ്. ഹോപ്പ് യു ഓൾ ആർ സേഫ്. എല്ലാവരും സേഫായിരിക്കുക കേട്ടോ. അപ്പം നമ്മുടെ ഇന്നൊരു റിവ്യൂ കം അൺബോക്സിങ് ആങ്കറുടെ യൂഫി വാക്യൂം ക്ലീനറാണ് കേട്ടോ. വയർലെസ് S11 ആണ്. നല്ലൊരു സ്റ്റൈലിഷ് വാക്യൂം ക്ലീനറാണ് കേട്ടോ. നല്ല എലിഗൻറ്റ് ലുക്കാണ് കാണാൻ തന്നെ അതിന്. ആൻഡ് ഇറ്റ്സ് ഈസി ടു ക്യാരി. വയർലെസ് ആണല്ലോ, അപ്പോൾ നമുക്ക് ഈസിലി എവിടെയും കൊണ്ടുപോയി പെട്ടെന്ന് മക്കളൊക്കെ മെസ്സാക്കുമ്പോൾ അവിടെ പെട്ടെന്ന് കൊണ്ടുപോയിട്ട് വയറ് വലിച്ച് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല. നന്നായി ഈസിലി ക്യാരി ചെയ്യാൻ പറ്റും. അതിന് നല്ല നീളത്തിലുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ നല്ല പെട്ടിയൊക്കെ നല്ല നീളത്തിൽ നല്ല അതിൻ്റെ പാർട്സൊക്കെ ഇങ്ങനെ പുറത്തൊക്കെ ഡിസൈൻ പോലെ ഉണ്ടായിരുന്നു. അതുപോലെ പിന്നെ അതിൻ്റെ മെയിൻ പാർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ആ മെഷീൻ പറഞ്ഞ ഒരു പാർട്ട്. അതിനുള്ള ഒരു ഇത്തിരി കനമുള്ളത്, ബാക്കിയൊക്കെ ഈസിലി നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും കേട്ടോ. ആ ഒരു പാർട്ട് മാത്രമേ ഉള്ളൂ ഇത്തിരി ഹെവി ആയിട്ട്. ഇതതിൻ്റെ ചാർജറാണ് കേട്ടോ. നമ്മൾ ചാർജ് ചെയ്തിട്ട് ഒരു 40 minutes ഈസിലി അത് യൂസ് ചെയ്യാൻ പറ്റും ഒരു ടൈം ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതിൻ്റെ ബുക്കാണ്. അതിൽ ഇംഗ്ലീഷ്, സ്പാനിഷ്, ചൈനീസ് അങ്ങനെ എല്ലാവരും എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൽ ഓരോരോ പാർട്സ് നമ്മുടെ വാക്യൂം പിടിക്കാൻ വേണ്ടിയായിട്ടും ഇത് നമ്മളിങ്ങനെ മുകളിലൊക്കെ നമ്മൾ ഹാങ്കറും ആ ഒരു ഏരിയയൊക്കെ ക്ലീൻ ചെയ്യൂലേ, നമ്മുടെ കർട്ടൻസ്, ആ ഒരു സ്പേസൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയായിട്ടും അത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഒരു ഇത്തിരി വലിയ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ പോകാനുള്ള സ്പേസാണ് ഇപ്പോൾ ഒരു കണ്ട ഒരു പീസ്. ഇതും അതുപോലെ തന്നെ കേട്ടോ. ഇത്ര ഓപ്പൺ ആയിരിക്കണ ഒരു ഇതാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പൊടിയല്ലാത്ത അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതാണ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യണത്, പൊടിയൊക്കെ വലിച്ചെടുക്കാൻ വേണ്ടിയായിട്ടും. അതിൻ്റെ ആ ഒരു മെയിൻ പോർഷൻ ഉണ്ടല്ലോ, ആ ഒരു വലിയ ഒരു വൈറ്റ് ആൻഡ് ബ്ലൂ, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു സ്റ്റിക്ക് പോലത്തെ അത് ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ ഫിറ്റ് ചെയ്യാം. അതിൻ്റെ ബാക്കിൽ അവിടെയൊക്കെ തുറന്ന് ക്ലീൻ ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. ആ ബാക്ക് ഏരിയാസ് തുറക്കാൻ പറ്റും. ഇത് കണ്ടില്ല, ഇങ്ങനെ ഒരു ഫിറ്റിംഗ് ഉള്ളൂ. അതിൻ്റെ ആ ഫ്രണ്ടിലെ ലൈറ്റ് നല്ല ഹെൽപ്ഫുള്ളാണ് കേട്ടോ. എവിടത്തെയും പൊടി അതിൽ കാണാൻ പറ്റും അതുള്ളത് കൊണ്ട്. നല്ല ഹെൽപ്ഫുള്ളാണത്. ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. നല്ല ഭംഗിയില്ലേ കാണാൻ, നല്ല ക്യൂട്ട് ലുക്കാണ്, നല്ല ഭംഗിയുണ്ട്, നല്ല എലിഗൻ്റാണ് ആക്ച്വലി. അവിടെ ഓൺ കണ്ടില്ലേ, അവിടെ നിക്കിൽ പിടിച്ചാലാണ് നമുക്ക് വർക്ക് ചെയ്യണത്. ഇതതിൻ്റെ ബാറ്ററി ചാർജിങ് ആണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ 40 minutes അത് ഈസിലി ചാർജ് നിൽക്കും. പിന്നെ അവിടെ കുത്തിവെച്ച് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ അതിന് ഒരു 4 pieces എക്സ്ട്രാ ഉണ്ട്. ഓരോരോ ഐറ്റംസ് അതിൻ്റെ ആപ്റ്റായ സ്ഥലത്ത് വെച്ചിട്ട് ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ നമ്മൾ സോഫയുടെയൊക്കെ സൈഡ്സിലോട്ടൊക്കെ പിടിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഹെൽപ്പാവും അത്. ആൻഡ് നമുക്ക് വയറില്ലാത്തതുകൊണ്ട് തന്നെ ഈസിലി ഇതിനെ ക്യാരി ചെയ്ത് ഇതിങ്ങനെയാണ് കേട്ടോ. എല്ലായിടത്തും അതിൻ്റെ ഒരു ബട്ടൺ കണ്ട, ആ ഒരു ബട്ടൺ ഒക്കെ പിടിച്ചുകൊണ്ടും ഇങ്ങനെ കയറ്റിയൊക്കെ ഫിറ്റ്. ഓക്കെ, അത് ഡൺ. എന്നിട്ട് പിന്നെ നമുക്ക് ക്ലീനിങ് ഒക്കെ ചെയ്യാം. ഇത് കണ്ടോ, ഇത് ഇത്ര ഓപ്പൺ ആയിട്ടുള്ളതാണ്. അപ്പോൾ പൊടിയല്ലാത്ത ഐറ്റംസൊക്കെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് യൂസ് ചെയ്യണം. ഇതിപ്പോൾ നമുക്ക് ആ ഒരു വയറുമ വേണ്ട, വെറുതെ ആയ സ്റ്റിക്കിൽ ഫിറ്റ് ചെയ്താൽ മതിയെങ്കിൽ ഇത് ഓരിങ്ങായിട്ടും കറക്റ്റായ സ്റ്റിക്കിലോട്ട് അങ്ങോട്ട് ഫിറ്റ് ചെയ്ത് വെച്ചിട്ട് പിടിക്കുക കേട്ടോ. അതൊന്നും ഈസിയാണ് അതൊക്കെ ചെയ്യാൻ വേണ്ടിയായിട്ടും. ഇവിടെ സൗദിയിൽ ഇതിന് 700 to 800 റിയാൽസ് റേഞ്ചിലാണ് പ്രൈസ് വരുന്നത്. നമ്മൾ ഒരു ടൈം ചാർജ് ഫുൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 3 ലൈറ്റ്സ് ഇങ്ങനെ ബ്ലൂ ലൈറ്റ്സ് ഇങ്ങനെ ഫുള്ളായി കിടക്കുന്നുണ്ടാവും, ഫുൾ ചാർജ്ഡ് ആയാലും കേട്ടോ. അപ്പോൾ ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ നമുക്ക് 40 minutes ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതല്ലാണ്ട് തന്നെ നമുക്ക് പെട്ടെന്നൊരു മെസ്സായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് ക്ലീൻ ചെയ്യാനൊക്കെ നമ്മൾ മറ്റേതാകുമ്പോൾ ഇങ്ങനെ വയറും അതും ഇതൊക്കെ ഫിറ്റ് ചെയ്യാനൊക്കെ നിൽക്കണ്ടേ. ഇത് ഈസിലി അതിനെടുത്തുകൊണ്ട് പോയിട്ട് നമുക്ക് ആ ഒരു ഏരിയ മാത്രം അങ്ങോട്ട് ക്ലീൻ ചെയ്ത് കൊണ്ട് പിന്നെ ചാർജിലിട്ട് വെച്ചാൽ മതിയല്ലോ. കാർപ്പറ്റ് ക്ലീനിങ്ങിന് വേണ്ടിയായിട്ടൊരു ബെസ്റ്റ് സാധനമാണ് കേട്ടോ. നല്ലതായിട്ട് കാർപ്പറ്റും വന്ന് പൊടിയൊക്കെ നന്നായി വലിച്ചെടുക്കണുണ്ട് ഇത്. നമുക്ക് ഈസിയുമാണല്ലോ യൂസ് ചെയ്യാൻ, നല്ല കംഫർട്ടബിളും ആണ്. ആ ലൈറ്റ്സ് ചെയ്യാൻ പറ്റില്ല, അതെല്ലാം പൊടി ഇങ്ങനെ കാണിച്ചു തരും അവിടെ നല്ല ഇതിൽ. ഇത് 2 നമുക്ക് എക്സ്ട്രാ ഇതിൽ വെക്കണമെങ്കിൽ ആ ബട്ടണുമ്പോൾ ഒന്നും കൂടെ ഞെക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒരു പോയിൻ്റ് കൂടും കേട്ടോ. ചാർജ് ചെയ്യൽ ചാർജ് പവർ കൂടും.
അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ സ്റ്റാൻഡും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് കിച്ചണിൽ തന്നെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ വാക്യൂം ക്ലീൻ ചെയ്ത് വെക്കാൻ വേണ്ടിയായിട്ടും അതുപോലെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിങ്ങോട്ട് വിട്ടുപോരും. ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇത്രയുള്ളൊരു ബോക്സാണ് കേട്ടോ. എന്നിട്ട് അതിനെ ഇതുപോലെ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓൾറെഡി നമ്മൾ യൂസ് ചെയ്ത് കണ്ടില്ല, അതൊക്കെ കാർപ്പറ്റുമെന്ന് പോരണമാണ് കേട്ടോ. ആ പൊടിയൊക്കെ ഇതിപ്പോൾ ബാക്കിൽ നിന്ന് അതങ്ങോട്ട് ഊരിയെടുക്കാം. അവിടെ ചെറിയൊരു അതുപോലത്തെ ഒരു ഇതുണ്ട്, അങ്ങനെ പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രസ് ചെയ്തിരുന്നോളും. പിന്നെ അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് എടുത്തു വെക്കാൻ പറ്റും. പിന്നെ ഇപ്പം നമുക്ക് ഡെയിലി അത് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. അത് ഒരു മാക്സിന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത്രയും വേസ്റ്റ് അതിലത്രയും നിറയുമ്പോൾ മാത്രം നമുക്കതെടുത്ത് ക്ലീൻ ചെയ്താലും മതിയാവും. നോർമൽ മാതിരിയായിട്ട് ഇങ്ങനെ റഫ് യൂസ് ചെയ്യാൻ പറ്റില്ല, ഒരു ഇത്തിരി ഒന്ന് നമ്മൾ കെയർ ചെയ്യണം. എന്നാലും ഭയങ്കര ഹെൽപ്ഫുള്ളാണ്, ഈസിലി യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് വീഡിയോ. ഹോപ്പ് യു ഓൾ എൻജോയ്ഡ്. പ്ലീസ് ഡു സപ്പോർട്ട്. താങ്ക് യു.